ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th പ്രിലിംസിന്റെ 4 ഘട്ടങ്ങൾ. 4 ഘട്ടങ്ങൾ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, ഒന്ന് നിർത്തലാക്കിയ ഒരു ഘട്ടമുണ്ട്, സെക്കൻഡ് ഫേസ് നിർത്തലാക്കി, അത് ഈ വരുന്ന ശനിയാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ 4 ഘട്ടങ്ങളിലെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കുറേ കറണ്ട് അഫയർ ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ, ശരിക്കും പറഞ്ഞ എന്നെ ഞെട്ടിച്ച ഒരു 10 ചോദ്യങ്ങളുണ്ട്. ആ 10 ചോദ്യങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചു, അത് ചോദിക്കാനിടയായ സാഹചര്യം എന്ത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യാവസാനം ആ 10 ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് അറിയാനായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ആദ്യാവസാനം ക്ലാസ് കാണുക. നമ്മളിതിൻ്റെ നോട്ട്സ് ലഭിക്കാനായി നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേരും ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. അതിനകത്തൊന്ന് ജോയിൻ ചെയ്യുക. നോട്ട്സും മറ്റ് പോൾ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അതിനകത്തായിരിക്കും അപ്പ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്, ഇന്ത്യയിൽ ആദ്യമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ് എന്നാണ് ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ആ ചോദ്യകർത്താവ് ചോദിക്കാനിടയായ സാഹചര്യം എന്ത് നമ്മൾ പരിശോധിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് E20 പെട്രോൾ അല്ലേ. എന്താണ് E20 പെട്രോൾ? എന്താണ് E20 പെട്രോൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. E20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ. എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്നാണ്, എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്നാണ് ഈ പറയുന്ന E20 പെട്രോളിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. പെട്രോളിനകത്ത് എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. അതായത് 20% എഥനോളും 80% പെട്രോളും. ഓക്കെ, അപ്പോൾ 20% എഥനോളും 80% പെട്രോളും കൂടെ ബ്ലെൻഡ് ചെയ്തുള്ള ഒരു മിശ്രിതമാണ് E20 പെട്രോൾ എന്ന് പറയുന്നത്. വലിയ തോതിൽ വിവാദം കത്തി നിൽക്കുന്ന സംഭവമാണ് E20 പെട്രോൾ. നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇതിനെ വലിയ തോതിൽ എന്ത് ചെയ്യാണ്, പിന്തുണയ്ക്കുകയാണ്. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വലിയ തോതിലാണ് ഈ പറയുന്ന E20 പെട്രോളുകൾക്ക് ആ ഒരു പിന്തുണ അറിയിക്കുന്നത്. ഇപ്പൊ സർക്കാർ E20യിൽ നിന്നും പൂർണ്ണമായും E100ലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പൊ അതിൽ ചുറ്റിപ്പറ്റി കുറെ വിവാദങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് E20 വാഹനങ്ങൾക്ക് ഗുരുതര ദോഷം കൊണ്ടുവരുമോ, വാഹനങ്ങൾക്ക് പ്രശ്നക്കാരനാവുമോ E20, അല്ലെങ്കിൽ എഥനോൾ ബ്ലെൻഡഡ് പെട്രോള് വാഹനങ്ങൾക്ക് മൈലേജ് കുറയ്ക്കുമോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കേടുകൂടുണ്ടാക്കുമോ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നുണ്ട്, ഒരു പക്ഷേ വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നൊരു സാഹചര്യം ഇപ്പോൾ നിതിൻ ഗഡ്കരി തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നിതിൻ ഗഡ്കരിയെ ചുറ്റിപ്പറ്റി ഒരു വിവാദം കൂടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 2 മക്കൾ ഈ പറയുന്ന എഥനോൾ പ്രൊഡ്യൂസിങ് കമ്പനീസ് ഫോം ചെയ്തുവെന്നും അതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നതെന്നും രീതിയിൽ ഒരു വിവാദം ഇപ്പം നമ്മുടെ പൊതുസമൂഹത്തിൽ കത്തി നിൽക്കുകയാണ്. നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ നമുക്ക് പത്രമാധ്യമങ്ങളോട് നമ്മൾ അറിയുന്നതാണ്. പക്ഷേ ആ ചോദ്യകർത്താവിന്റെ ബ്രില്യൻസ് നോക്കിയേ. അവിടെ കൃത്യമായ ചോദ്യകർത്താവിന്റെ ബ്രില്യൻസ് ചോദിച്ചു, എന്താണ്, ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായിട്ടൊരു കമ്പനി പുറത്തിറക്കുന്നു. ഏതാണ് ആ കമ്പനി? അത് മാരുതി സുസുക്കിയാണ് കേട്ടോ. മാരുതി സുസുക്കിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കുന്നത് 2026 ജൂൺ മാസമാണ്. അപ്പൊ ആ ചോദ്യം ചോദിക്കാൻ ആ ചോദ്യകർത്താവിനെ പ്രേരിപ്പിച്ച ഘടകം എന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്, ഈ E20 വിഷു ഇങ്ങനെ കത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഓർത്ത് വെച്ചോണേ, ഇറ്റ്സ് എ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓർക്കണേ നിങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. PM ശ്രീ ഇതുപോലെ കത്തി നിൽക്കുന്ന മറ്റൊരു വിഷയമാണ്. ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, എന്തുകൊണ്ട് ചോദ്യകർത്താവ് ഇതുവരെ PM ശ്രീയെ പറ്റി ചോദിച്ചില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ചോദിച്ചു, 10th പ്രിലിംസിന് ചോദിച്ചു. നോക്കിയ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചേ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അവിടെ 4 പ്രസ്താവനകൾ നമുക്ക് മുന്നിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, PM ശ്രീ എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് സ്കീമാണ്, ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2023 ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്.
പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം. ഒന്ന് ഓർത്ത് നോക്കിയേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇവിടെ നോക്കി കൃത്യമായി പറയുന്നുണ്ട് PM ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, PM ശ്രീ. അപ്പോൾ ആ പോയിന്റ് കറക്റ്റ് ആണ്. നോക്കിയേ, മോർ ദാൻ 14,500 സ്കൂൾസ് അക്രോസ് ദ കൺട്രി ടു ബി അപ്ഗ്രേഡഡ് ആൻഡ് ഡെവലപ്ഡ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ടു ആക്ടേഴ്സ് എക്സാംപ്ലർ schools and also offer mentorship to other schools in their vicinity. Two all components of the National Education Policy NEP അഥവാ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. Pedagogy adopted in these schools will be more and experimental in holistic, integrated and play toy based to benefit lack of students across the country. ലക്ഷങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. അതായത് ഇന്ത്യ മഹാരാജ്യത്തെ 14,500-ലധികം സ്കൂളുകളാണ് ഈ പറയുന്ന PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി മാറുന്നത്. ഇതിലൂടെ ആ സ്കൂളുകൾക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് ഈ പറയുന്ന കണക്ക് കുറച്ചും കൂടെ നല്ല ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും കൊടുത്ത് അതിനെന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഈ PM ശ്രീയിൽ കേരളം ഒപ്പുവെക്കണമോ ഒപ്പുവെക്കണ്ടേ എന്ന രീതിയിലുള്ള വിവാദങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നിൽക്കുകയാണ്. ആദ്യം നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ പിണറായി വിജയൻ സർക്കാർ ആദ്യം ശിവൻകുട്ടി പോയിട്ട് ഒപ്പുവെച്ചു എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു മാറ്റി പറഞ്ഞു, CPI ഇടപെട്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒപ്പുവെക്കുന്നില്ല പിൻവാങ്ങുക എന്ന് പറഞ്ഞു. അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു, എന്താ പറഞ്ഞത്, PM ശ്രീ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൽ ചവിട്ടിയെറിയും എന്ന് പറഞ്ഞ നേതാക്കന്മാർ വരെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കേരളം PM ശ്രീയിൽ അംഗമായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് കേൾക്കുന്നത്. അപ്പോൾ PM ശ്രീ വിവാദം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ചോദിച്ചു എൻ്റെ കേരള PSC. നോക്കണേ, ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസന ലക്ഷ്യമിടുന്നത് ശരിയാണ്. PM ശ്രീ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് ശരിയാണ്. ഇറ്റ്സ് എ സെൻട്രലൈസ്ഡ് സ്കീമാണ്. ഇനി അടുത്ത പോയിന്റ്, 2023 ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസംഘടന നൽകുക. അത് തെറ്റാണ്. കാരണം ഇവിടെ 2022 സെപ്റ്റംബർ മാസമാണ്. 2022 സെപ്റ്റംബർ മാസമാണ് ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുന്നത്. 2022 സെപ്റ്റംബർ മാസമാണെന്നേ. അപ്പൊ 2023 അടുത്ത പോയിന്റ് എന്താ, പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം. ശരിയാണ്. അപ്പോ 1, 2, 4 ശരി. 1, 2, 4 ശരി. ഓപ്ഷൻ A ആണ്. A is the right answer. അപ്പൊ PM ശ്രീന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർത്തു വെച്ചേക്കുക. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കണം. PM ശ്രീയെ പറ്റി പറയുമ്പോൾ നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെന്ന് നമുക്കറിയണം. നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നറിയപ്പെടുന്ന ആരാണെന്ന് അറിയണം. നമുക്കറിയാം ആര് രാജിവെച്ച് പോയി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭം നമ്മൾ കണ്ടതല്ലേ. CJP പ്രൊട്ടസ്റ്റ്, ഞാൻ അതിലേക്ക് വരും, ഈ സ്ലൈഡിൽ തന്നെ ഉണ്ട്. അപ്പൊ CJP പ്രൊട്ടസ്റ്റിനെ തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച പശ്ചാത്തലത്തിൽ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്നു പ്രഹ്ലാദ് ജോഷി. പലരും ഈ മനുഷ്യന്റെ പേര് പ്രഹ്ലാദല്ലേ എന്ന് പറയുന്നുണ്ട്. അല്ല, ശരിക്കും ആ മനുഷ്യന്റെ പേര് പ്രഹ്ലാദ് ജോഷി എന്നാണ്. അത് പറയുമ്പോൾ നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെന്നറിയണം നമ്മൾ. നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചപ്പോൾ അത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ആണ്. ശരിയല്ലേ? N ഷംസുദ്ദീൻ ആണ് നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് റോജി M ജോൺ ആണ്. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റോജി M ജോൺ ആണ്. ഓർക്കണേ നിങ്ങൾ. അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പൊ അത്രയും പോയിന്റ് അവിടെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അടുത്ത പോയിന്റ്, യെസ്, അടുത്ത ചോദ്യം വരുന്നു. അപ്പൊ PM ശ്രീ പദ്ധതി, അതിലേക്ക് വരാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ചോദ്യകർത്താവ് എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചു? PM ശ്രീ കത്തി നിൽക്കുന്നുണ്ടാണ് ചോദിച്ചത്. PM ശ്രീ പദ്ധതി ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് ശരിക്കും അത് GK ഫാക്ട് അല്ലേ? 2022 കേസ് ചോദ്യകർത്താവ് ചോദിച്ചെന്താ? ഇപ്പൊ പൊതുസമൂഹത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടോ? അപ്പൊ ഇതിനെ നമുക്ക് ഉൾപ്പെടുത്താം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK
ആനുകാലിക സംബന്ധിയായ GK ചോദ്യം എന്ന സെഗ്മെന്റിൽ നമുക്ക് ഇവനെ ഉൾപ്പെടുത്താം. സെറ്റ് അല്ലേ? അടുത്ത പോയിന്റിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ് ചോദ്യം. നോക്കണേ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ട്? നമുക്കറിയാം മഹാത്മാഗാന്ധി MGNREGA അഥവാ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്ന ഈ നിയമം പാസ്സാക്കപ്പെടുന്നത് 2005 അഥവാ തൊഴിലുറപ്പ് നിയമം അല്ലേ? മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2005 നടപ്പിലാക്കിയ പദ്ധതിയാണിത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2005 പാസ്സാക്കപ്പെട്ട ഒരു നിയമത്തെ പറ്റി 2026 ആ ചോദ്യകർത്താവ് ചോദിച്ചുവെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ആ റീസൺ. കാരണം എന്താ? ഈ പറയുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയൊരു നിയമം കൊണ്ടുവരുന്നുണ്ട്. ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു നിയമം കൊണ്ടുവരുന്നുണ്ട്. ആ നിയമമാണ് VBGRAMG അഥവാ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ശരിയല്ലേ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ചെയ്തിട്ട് അതിലേക്ക് വരാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു സാമ്പത്തിക വർഷം 100ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണുള്ളത്. ശരിയാണ്. ഒരു സാമ്പത്തിക വർഷം 100ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണുള്ളത്. ശരിയാണ്. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി പ്രദാനം ചെയ്യുന്നു. ശരിയാണ്. അതായത് പട്ടികവർഗം, നിങ്ങൾ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണെങ്കിൽ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ 100 ദിവസത്തെ തൊഴിലിന് പുറമെ നിങ്ങൾക്ക് കേരള ട്രൈബൽ പ്ലസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കേരള ട്രൈബൽ പ്ലസ് അധിക ജോലി കൂടി എന്ത് ചെയ്യുന്നു? ഉറപ്പു തരുന്നു. ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ MGNREGS ആരംഭിച്ചത്. അത് തെറ്റാണ്. കാരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പിലാക്കിയത്. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നടപ്പിലാക്കിയപ്പോൾ അതിൽ പ്രാഥമിക ഘട്ടം, ആദ്യഘട്ടം നടന്നത് പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ആദ്യഘട്ടം നടപ്പിലാക്കിയത്. അല്ലാതെ പത്തനംതിട്ട, മലപ്പുറത്തല്ല. പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. അപ്പോ 1ഉം 2ഉമാണ് ശരി, 1ഉം 2ആണ് ശരി എന്ന നിഗമനത്തിൽ എത്തിച്ചേരാം. അപ്പൊ ഇതിനെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം ഈ ചോദ്യത്തെ. ഇറ്റ്സ് എ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK. ആനുകാലിക സംബന്ധിയായ GK ചോദ്യങ്ങൾ കാണുമ്പോൾ തോന്നും സാറേ ഇതൊരു GK ക്വസ്റ്റ്യൻ അല്ലേ തോന്നും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ആ ചോദ്യകർത്താവ് ഇത്തവണ ആ ചോദ്യം ചോദിച്ചു. അതിന്റെ റീസൺ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. നോക്കാം. ഇനി നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടുവന്ന നിയമം വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീണിലേക്ക് നമുക്ക് വരാം. നോക്കിയേ നിങ്ങൾ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിന് പകരം കൊണ്ടുവന്ന നിയമമാണ്. തർക്കം വേണ്ട. ഇത് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്നത് ഒരേ ദിവസമാണ്. കൃത്യമായി പറഞ്ഞാൽ 2025 ഡിസംബർ മാസം 18-ാം തീയതി ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് ഈ നിയമം പാസ്സാക്കുന്നുണ്ട്. ഈ നിയമത്തിൽ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ ഈ ബില്ലിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2025 ഡിസംബർ മാസം 21-ാം തീയതിയാ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസങ്ങളാണ് ഉറപ്പ് തരുന്നതെങ്കിൽ ഇവൻ ഉറപ്പ് തരുന്നത് 125 ദിവസമാണ്. ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന മിനിമം ഡേയ്സ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് 125 ആയി ഉയർത്തി ഈ പറയുന്ന പുതിയ നിയമപ്രകാരം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അറിയണം. സെൻട്രൽ സ്റ്റേറ്റ് റേഷ്യോ എത്രയാണെന്നറിയണം. 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും. 60% കേന്ദ്ര സർക്കാർ വഹിക്കും ഈ ഇതിന്റെ വിഹിതത്തിൽ, പദ്ധതിയുടെ വിനിയോഗ വിഹിതത്തിൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും. ഇനി ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അഥവാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണെങ്കിൽ ആ റേഷ്യോ 90:10 ആയിരിക്കും. അവിടെ 90% കേന്ദ്രം കൊടുക്കും, 10% സംസ്ഥാനങ്ങൾ വഹിച്ചാൽ മതിയാകുമെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ രീതിക്കാണ് VBGRAMG നിയമം. റൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു.
യെസ്, ഒരുപാട് പേര് തെറ്റിച്ച ഒരു ചോദ്യമാണിത്. 2 ചോദ്യങ്ങൾ. ഫസ്റ്റ് പ്രിലിംസ്, ഒന്നാമത്തെ പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം. ഇത് 3ാമത്തെ പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം. അതായത് ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ എന്നാണ് ചോദ്യം. അത് എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ബംഗളൂരുവാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടിയുടെ വേദി ബംഗളൂരുവാണ്. ഇതേ കണക്ക് കുറെ ആൾക്കാർക്ക് തെറ്റിപ്പോയി. അടുത്ത 3ാമത്തെ പ്രിലിംസിന് ചോദിച്ചു, 2026 ദ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെ? പല ആൾക്കാരും ഇതിന്റെ ഓർമ്മയിൽ ബംഗളൂരു അടിച്ച ആൾക്കാരുണ്ട്, എന്നാൽ അല്ല, അത് ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ 2026 നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? നമ്മളിപ്പോൾ കാണുന്ന വീഡിയോസ് ശരിക്കുള്ളതുമാണോ AI ആണോ എന്നൊന്നും കൂടെ ഉറപ്പിക്കാൻ നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു AI യുഗത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച്, അടുത്തിടെ നടന്ന എല്ലാ പരീക്ഷകളിലും AI ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ കാലങ്ങളായി നടന്ന എല്ലാ പരീക്ഷകളിലും ഒരു ക്വസ്റ്റ്യൻ AI ബേസ്ഡ് ആയിരിക്കും. ഇവിടെ വേദി ചോദിച്ചു. അപ്പോൾ AI ഇമ്പാക്ട് ഉച്ചകോടിയാണെങ്കിൽ ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. എന്നാൽ 2026 AI ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി വേദിയാണെങ്കിൽ അത് ബംഗളൂരുവാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ അത് പറയുമ്പോൾ കുറച്ച് വേദികൾ നമുക്ക് അവിടെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. AI ബേസ്ഡ് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. ലോകത്തിൽ ആദ്യമായിട്ടൊരു ആഗോള AI ഉച്ചകോടി, പ്രഥമ ആഗോള AI ഉച്ചകോടി അല്ലേ? പ്രഥമ ആഗോള AI ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ബ്ലെച്ച്ലി പാർക്ക്, UK. ബ്രിട്ടനിലെ ബ്ലെച്ച്ലി പാർക്കാണ്, ബ്ലെച്ച്ലി പാർക്ക് വിച്ച് ഈസ് ഇൻ UK. അപ്പോൾ ബ്രിട്ടനിലെ ബ്ലെച്ച്ലി പാർക്കിൽ വെച്ചാണ് പ്രഥമ AI ഉച്ചകോടി നടക്കുന്നത്. വർഷം 2023. അതിനുശേഷം 2025 ആഗോള AI ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ അത് പാരീസ് ആണ്. ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടന്നു. ഓക്കെ, അപ്പോൾ ആ 2 ഉച്ചകോടി ഓർക്കുക. ഇനി കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം AI വകുപ്പ് രൂപീകരിക്കുന്നു. ആ സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഇപ്പൊ നമ്മളെ കോപ്പി അടിച്ച് തമിഴ്നാട്ടുകാരും എന്ത് ചെയ്തിട്ടുണ്ട്? AI വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പോയിന്റ് വരുന്നു, ദ ഫസ്റ്റ് AI മിനിസ്റ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ AI വകുപ്പ് മന്ത്രി മറ്റാരുമല്ല, അത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ AI വകുപ്പ് മന്ത്രി എന്നറിയപ്പെടുന്നത്. ഇനി അത് പറയുമ്പോൾ കുറച്ച് വേദികൾ കൂടെ പ്രധാനപ്പെട്ട നോക്കി വെച്ചോളൂ. ഒന്ന്, നമ്മുടെ പരിസ്ഥിതി ദിനാഘോഷത്തിലേക്ക് വരുന്നതിന് മുൻപ് നിലവിൽ G20 ഉച്ചകോടിയുടെ വേദി എവിടെ? G20 ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ അവിടെയാണ് മിയാമി. 2026 G20 ഉച്ചകോടിയുടെ വേദി മിയാമി വിച്ച് ഈസ് ഇൻ അമേരിക്ക. 2026 G7 ഉച്ചകോടിയുടെ വേദി എവിടെ? ഇതെല്ലാം പറയാൻ പോകുന്നത് 2026 അത് കോമൺ ആയിട്ട് തന്നെ പറയാം. ഈ പറയുന്ന എല്ലാം 2026 ഇവിടം തൊട്ട് പറയുന്നതെല്ലാം 2026 വേദികളാണ്. G20 മിയാമി അമേരിക്ക, G7 ആണെങ്കിൽ അത് ഫ്രാൻസിൽ വെച്ചാണ് നടക്കുന്നത്. എന്നാൽ ബ്രിക്സിന്റെ വേദി 2026 ബ്രിക്സിന്റെ വേദി ഇന്ത്യയാണ് ആദ്യം വഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ COP31 2026 കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP31 വേദി അത് തുർക്കിയാണ്. ഇനി പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? 2026 പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ അത് ബാക്കു വിച്ച് ഈസ് ഇൻ അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചാണ് നടക്കുന്ന പരിസ്ഥിതി ദിനത്തിന്റെ വേദി. അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി എവിടെ
യോഗാ ദിനത്തിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. ഇനി ഇവിടെ COP30 പറ്റി പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. ഏത് കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകാനുള്ള അവസരത്തിൽ നിന്നാണ് ഇന്ത്യ പിൻവാങ്ങിയത്? 2028 COP33 നിന്നും അതിന് വേദിയാകുന്നതിൽ നിന്നും ഇന്ത്യ മഹാരാജ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ പിന്മാറി എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അപ്പോൾ യോഗാ ദിനത്തിൻ്റെ വേദി പറഞ്ഞു, പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി പറഞ്ഞു, അത്രയും കാര്യങ്ങളൊക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത്തവണ നടന്ന ഇപ്പോൾ വിമൺസ് T20 വേൾഡ് കപ്പ് നടന്നു. വിമൺസ് 2020 വേൾഡ് കപ്പ് പലരും പറഞ്ഞിട്ടില്ല. വിമൺസ് 2020 വേൾഡ് കപ്പിൻ്റെ വേദി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ വെയിൽസിലും വെച്ചിട്ടാണ് വനിതകളുടെ 2020 വേൾഡ് കപ്പ് നടന്നത്. ആ വനിതാ വേൾഡ് കപ്പിൽ ആരാണ് വിജയിക്കുന്നത്? അവിടെ ജയിച്ചതാര്, വിന്നേഴ്സായി മാറിയതാര് എന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ വിന്നേഴ്സായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ പറയട്ടെ, ഇത്തവണ നടന്ന മെൻസ് T20 വേൾഡ് കപ്പ്, മെൻസ് T20 വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചാണ് പുരുഷ 2020 വേൾഡ് കപ്പ് നടന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം വരുന്നു, ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിന്റെ വേദി 3 സ്ഥലങ്ങളാണ്: അമേരിക്ക, മെക്സിക്കോ, അതുപോലെ തന്നെ കാനഡ. ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഫിഫ വേൾഡ് കപ്പ് 2026 എന്നൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, ഒന്ന് കാണുക. ഇനി അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? 2026 ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡ് ആണ്. ഇനി നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി വരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാനാണ്. അപ്പോൾ കുറേ അധികം വേദികൾ എന്ത് ചെയ്തു? ചോദിക്കാൻ സാധ്യതയുള്ള കുറേ അധികം വേദികൾ നമ്മളവിടെ പറഞ്ഞു വച്ചു. അടുത്ത ചോദ്യം വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ചോദ്യമാണ്. സാധാരണ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് എന്നാണ് ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. സാധാരണഗതിയിൽ ചോദിക്കാറ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്നൊക്കെയാണ് ചോദിക്കാറ്. പക്ഷെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ചോദ്യമാണ് ഈ ചോദ്യം. കാരണം സാധാരണഗതിയിൽ അങ്ങനെ ചോദിക്കാറില്ല, ഞാൻ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. സെക്രട്ടറി ജനറൽ ചോദിച്ചു. സെക്രട്ടറി ജനറൽ അന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഓപ്ഷൻ ബി ശ്രീ ഭരത് ലാൽ ആയിരുന്നു. എന്നാൽ നിലവിൽ മാറിയിട്ടുണ്ട്. നിലവിൽ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഭരത് ലാൽ അല്ല, അത് മാറിയിട്ട് നിലവിൽ പീയൂഷ് ഗോയലാണ്. ഈ പീയൂഷ് ഗോയൽ എന്ന പേരിൽ ഒരു മന്ത്രിയുണ്ട്, കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലാണ്. ഇത് ആ പീയൂഷ് ഗോയൽ അല്ല, ഇദ്ദേഹം ഒരു സിവിൽ സർവീസുകാരനാണ്, IAS കാരനാണ് പീയൂഷ് ഗോയൽ. അപ്പൊ നിലവിൽ സെക്രട്ടറി ജനറൽ ആരെന്ന് വെച്ചപ്പോൾ ആരാണ്? അത് പീയൂഷ് ഗോയൽ. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം വരുന്നു, ഇവിടെ തന്നെ പോവാം. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് വി രാമസുബ്രഹ്മണ്യനാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, നിലവിൽ ദേശീയ വിവരാവകാശ കമ്മീഷൻ അതിനു മുമ്പ് സംസ്ഥാനം കൂടെ പറഞ്ഞു പോവാം. ഇവിടെ നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? അലക്സാണ്ടർ തോമസ് അല്ലേ? അലക്സാണ്ടർ തോമസ്. അങ്ങനെയെങ്കിൽ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അത് രാജ്കുമാർ ഗോയലാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് അത് വി ഹരി നായർ എന്ന് എന്ത് ചെയ്യാം? അവിടെ ഓർത്തു വച്ചേക്കാം. അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആര്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിലെ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് അത് വിജയ കിഷോർ രഹത്കർ ആണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ആണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പി സതീദേവിയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. ഇനി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, നിലവിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്നറിയപ്പെടുന്നത്
അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നിലവിൽ ഇന്ത്യ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയാണ്. അങ്ങനെയെങ്കിൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മനുഷ്യന്റെ പേര് ആരാണ്? സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കെ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അങ്ങനെയെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ സഞ്ജയ് മൂർത്തിയാണെന്ന് കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് ചോദിച്ച ആരാണ്? അത് ഗ്യാനേഷ് കുമാറാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞു വെച്ചു. അതിൽ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഭരത് ലാൽ, സെക്രട്ടറി ജനറൽ ആയിരുന്ന ഭരത് ലാൽ മാറുന്നു. നിലവിൽ ആരാണ്? പീയൂഷ് ഗോയലാണ്. അദ്ദേഹം നിയമിക്കപ്പെടുന്നത് 2026 ജൂലൈ മാസം 23-ാം തീയതിയാണ്. ഈ പറയുന്ന ഭരത് ലാൽ മാറി പീയൂഷ് ഗോയൽ അധികാരത്തിലേറുന്നതെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു GK ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് ചോദിക്കാനിടയായ സാഹചര്യം കറണ്ട് അഫേഴ്സ് ആണെന്ന് ഞാൻ പറയും. കാരണം ഇത് കേരളമാണ്. ശരിക്കും പറഞ്ഞ ഫ്രണ്ട്സ് എന്ന പേരിൽ സംവിധാനം നടപ്പിലാക്കിയത് കേരളമാണ്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ പറയണം. അത് കേരളം അത് നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? ഫ്രണ്ട്സ് എന്ന പേരുള്ള ഈ ഒരു സംവിധാനം കേരളം നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ അത് വർഷം 2000 ആണ്ട് നടത്തിയ കേരളത്തിലെ കേരള IT മിഷൻ ആരംഭിച്ചതാണ്. കേരള IT മിഷൻ കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ പറയപ്പെടുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എല്ലാ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഫ്രണ്ട്സ് എന്ന പേരിൽ ഒരു സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. എല്ലാ സംവിധാനം, നിങ്ങൾ വാട്ടർ ബില്ലായിക്കോട്ടെ, കറണ്ട് ബില്ലായിക്കോട്ടെ, എല്ലാം ഏകീകൃത പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ വേണ്ടി കേരള IT മിഷൻ 2000 ആരംഭിച്ചതാണ്. എന്നാൽ ഇപ്പോൾ 2 ആപ്ലിക്കേഷൻ കൂടി നമ്മൾ അറിയണം. ഇപ്പോൾ നമ്മുടെ കേരളം എന്നൊരു ആപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളം എന്താണ്? നമ്മുടെ കേരളം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, നമ്മുടെ കേരളം എന്ന് പറയുന്ന ആപ്പ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കേരളം കേരള സർക്കാരിൻ്റെ ഏകീകൃത പ്ലാറ്റ്ഫോം, കേരള സർക്കാരിൻ്റെ ഏകീകൃത പ്ലാറ്റ്ഫോമാണ്. ഒറ്റ പ്ലാറ്റ്ഫോമാണ്. കേരള സർക്കാരിൻ്റെ ഏകീകൃത പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് നമ്മുടെ കേരളം. ഇപ്പോൾ നമ്മുടെ കേരളമാണ് കേരള സർക്കാരിൻ്റെ ഏകീകൃത പ്ലാറ്റ്ഫോം. ഓക്കെ, ഓർത്തു വെച്ചേക്കുക. കേരള സർക്കാരിൻ്റെ ഏകീകൃത പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത് നമ്മുടെ കേരളം എന്നാണെന്ന് കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, അടുത്തതിലോട്ട്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി പഠിക്കുക. അങ്ങനെയെങ്കിൽ എന്താണ് സ്മാർട്ട്? ഞാൻ ഇങ്ങനെ മനസ്സിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തോന്ന് മിസ്സായല്ലോ. സ്മാർട്ട് എന്താ? സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ സേവനങ്ങളും കഴിഞ്ഞ MB രാജേഷ്, 2ാം പിണറായി വിജയൻ സർക്കാരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു MB രാജേഷ് കൊണ്ടുവന്ന ആപ്പാണിത് സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അവിടെയുള്ള സേവനങ്ങളെല്ലാം ഒരൊറ്റ ഏകജാലത്തിലൂടെ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോട് കൊണ്ടുവന്ന ആപ്പാണ് സ്മാർട്ട്. അപ്പൊ സ്മാർട്ടും അതുപോലെ തന്നെ നമ്മുടെ കേരളം ഓർക്കുക, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്രണ്ട്സിനെ പറ്റി ചോദിച്ചത്. ഓക്കെ, അടുത്തതിലോട്ട് പോകുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാര്? എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അത് രാംനാഥ് കോവിന്ദാണ് ആൻസർ. കാരണം നമ്മുടെ മോദി ഗവൺമെന്റ് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വൺ നേഷൻ. അപ്പോൾ വൺ നേഷൻ വൺ റേഷനായി അല്ലേ, ഒരു രാജ്യം ഒരു റേഷനായി അല്ലേ, അതൊക്കെ വന്നു. അതുപോലെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് മോദി സർക്കാരിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ ഒരു ആശയത്തെ പറ്റി പഠിക്കാനായിട്ട് ഒരു സമിതിയെ വെച്ച് പഠിക്കുന്നുണ്ട്. ആ സമിതിയുടെ അധ്യക്ഷനാണ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി കൂടിയായിരുന്ന രാംനാഥ് കോവിന്ദിനെയാണ് അതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ വേറെ കുറച്ച് കമ്മീഷനെ പറ്റി കൂടി നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഒന്ന്,
കേന്ദ്ര സർക്കാരിൻ്റെ 8th പേ കമ്മീഷൻ 8ാം ശമ്പള കമ്മീഷൻ്റെ പഠിക്കാനായി നിയമിച്ച 8ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. അങ്ങനെയെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 8ാം ശമ്പള കമ്മീഷൻ. അങ്ങനെയെങ്കിൽ കേരള സർക്കാരിൻ്റെ 12th പേ കമ്മീഷൻ 12ാം ശമ്പള കമ്മീഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ വി പി ജോയ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ CN രാമചന്ദ്രൻ നായർ കമ്മിറ്റി, നമ്മുടെ തൃശ്ശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാല, മുണ്ടത്തിക്കോടിലെ പടക്ക നിർമ്മാണശാല ദുരന്തം പഠിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മിറ്റിയാണ് തൃശ്ശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയുടെ ദുരന്തം പഠിക്കാൻ വേണ്ടി നിയമിച്ചത് CN രാമചന്ദ്രൻ കമ്മീഷൻ. ഇതേ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ തന്നെയാണ് MLA-മാരുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും ശമ്പളത്തെ പറ്റി പഠിക്കാൻ, ശമ്പളങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ആനുകൂല്യത്തെ പറ്റി പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയും ഈ പറയുന്ന ഇതേ CN രാമചന്ദ്രൻ നായർ കമ്മിറ്റിയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം വരുന്നു, ഡി പുരന്തേശ്വരി കമ്മിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡി പുരന്തേശ്വരി കമ്മിറ്റി 2 പോയിന്റ് പറയാനുണ്ട്. ഒന്ന്, പുരന്തേശ്വരി കമ്മിറ്റിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളിൽ KYC അഥവാ നോ യുവർ കസ്റ്റമർ പരിശോധന നിർബന്ധമാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഡി പുരന്തേശ്വരി കമ്മിറ്റി. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളിൽ എന്ത് നിർബന്ധമാക്കണം? KYC പരിശോധന അഥവാ നോ യുവർ കസ്റ്റമർ എന്നാണ്. നോ യുവർ കസ്റ്റമർ അഥവാ KYC പരിശോധന നിർബന്ധമാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഡി പുരന്തേശ്വരി കമ്മിറ്റി. ഇതേ പുരന്തേശ്വരി തന്നെയാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷയും ആര് തന്നെയാണ്? ഇതേ ഡി പുരന്തേശ്വരി തന്നെയാണ്. അങ്ങനെയെങ്കിൽ താനൂർ ബോട്ട് അപകടം PS ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. താനൂർ ബോട്ട് അപകടം പഠിക്കാനായി നിയമിക്കപ്പെട്ട കമ്മിറ്റി VK മോഹനൻ കമ്മിറ്റി. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മുടെ അഹമ്മദാബാദ് വിമാന ദുരന്തം പഠിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത്? അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് പഠിക്കാൻ വേണ്ടി ഗോവിന്ദ് മോഹൻ കമ്മിറ്റി. അപ്പോൾ ഇത്രയും കമ്മിറ്റീസ് എന്ത് ചെയ്യുക, അതിനോടൊപ്പം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തതിലോട്ട് പോവാം. കോക്രോച്ച് ജനതാ പാർട്ടി, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചതെന്ന് ശരിക്കും ഞാൻ ഞെട്ടിയ ക്വസ്റ്റ്യൻ ആണത്. കാരണം മെയ് മാസം നടന്നൊരു സംഭവത്തിനെ പറ്റി തൊട്ടടുത്ത മാസം കറക്റ്റ് ചോദിച്ചു. CJPയുടെ സ്ഥാപകനെ ചോദിക്കുന്നു വിചാരിച്ചു, പക്ഷേ ഡേറ്റ് ചോദിക്കും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നോക്കിയേ, എന്നാണ് CJP എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത്? 2026 കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം 16-ാം തീയതിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് പഠിക്കണം, CJPയുടെ സ്ഥാപകനാര്? ഈ മനുഷ്യനാണ് കഴിഞ്ഞ 12 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കാത്തത് ഒരുത്തൻ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തു. 2 മാസം കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഒരാൾ രാജിവെക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതിൻ്റെ പേര് ഫൗണ്ടർ ഓഫ് ദ കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകന്റെ പേര് നമുക്കറിയാം, അത് അഭിജിത്ത് ദീപ് കെ എന്നാണ്. ആ ചുണക്കുട്ടിയുടെ പേര് അഭിജിത്ത് ദീപ് കെ എന്നാണ്. കാരണം CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ. ഓർത്ത് വെച്ചേക്കുക, അഭിജിത്ത് ദീപ് കെ ചോദിക്കാം ഇനിയുള്ള പരീക്ഷയ്ക്ക്.
ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെ തുടർന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്യുന്നത് അല്ലേ. ധർമ്മേന്ദ്ര പ്രധാൻ ആ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ചു. നിരാഹാരം ഈ ജന്തർ മന്ദർ പ്രക്ഷോഭത്തിൽ, ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്തി ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ഒരാൾ വന്ന് ചേരുന്നുണ്ട്. ആരാണ്? കേരളത്തിൽ ഇന്ത്യയിലെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും അതുപോലെ തന്നെ അധ്യാപകനൊക്കെ ആയിട്ടുള്ള സോനം വാങ്ചുക്ക്. ആ സോനം വാങ്ചുക്ക് നിരാഹാരം കടന്നതോടുകൂടിയാണ് സോനം വാങ്ചുക്ക് നിരാഹാരം അനുഷ്ഠിച്ചതോടുകൂടി ലൈം ലൈറ്റിൽ വിഷയം കയറി കത്തുന്നു. ഒടുവിൽ ഈ പറയുന്ന സോനം വാങ്ചുക്കിനെ ബലമായി കൊണ്ടുപോകുന്നു. അതിനെ തുടർന്നാണ് ഇതങ്ങ് വിഷയം കയറി കത്തുന്നത്, വലിയൊരു ദേശീയ പ്രൊട്ടസ്റ്റായി മാറുന്നത്. അങ്ങനെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ രാജിവെച്ച് പോകുന്നത്. Then the last question, 2026 ബ്രിക്സിന്റെ അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? എനിക്കൊരു വെറൈറ്റി ക്വസ്റ്റൻ ആയിട്ട് തോന്നിയൊരു ചോദ്യമാണ്. ബ്രിക്സിന്റെ വേദി നമുക്കറിയാം ഇന്ത്യയാണ്. 2026 ബ്രിക്സിന്റെ വേദി ഇന്ത്യയാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ്, താമര ചിഹ്നമാണ് എന്ന കാര്യം നോക്കുക. ബ്രിക്സ് 2026 ബ്രിക്സിന്റെ വേദി എവിടെ? ബ്രിക്സിന്റെ വേദി ഇന്ത്യയും അതിന്റെ ലോഗോ എടുത്തിട്ടുള്ളത് നമ്മുടെ ദേശീയ ചിഹ്നമായ താമരയുടെ സിമ്പൽ നിന്നിട്ടാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 10 ചോദ്യങ്ങളാണ് എനിക്ക് ഈ പറയുന്ന 10th പ്രിലിംസുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 10 ചോദ്യങ്ങൾ ഇതാണ്. ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ചോദിച്ച മിക്കവാറും എല്ലാ ചോദ്യങ്ങളിലും ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് GK, ആനുകാലിക സംബന്ധിയായ GK സെഗ്മെന്റിൽ വന്ന ചോദ്യങ്ങളാണ്. ഇതുപോലെ കത്താൻ ചാൻസ് ഉള്ള അടുത്ത 1-2 ടോപ്പിക്കുകൾ ഓർത്തു വെച്ചോളൂ. വന്ദേ മാതരം നിങ്ങൾ 100% നമ്മൾ വരും, വന്ദേ മാതരമായിട്ട് നമ്മൾ വരും. വന്ദേ മാതരം എന്ന് പറയുന്ന ടോപ്പിക്ക് ഓർത്തു വെച്ചോളൂ. ഇനിയുള്ള പരീക്ഷകൾക്ക് കത്തിക്കാൻ പോകുന്ന ടോപ്പിക്കായിരിക്കും വന്ദേ മാതരം. കാരണം ഈ വർഷം നമ്മൾ ആചരിക്കുന്ന തന്നെ 150 years ഓഫ് വന്ദേ മാതരം. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്ന ലേബലിലാണ് ഈ പറയുന്ന റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ആഘോഷിച്ചത്. ഈ പറയുന്ന നമ്മുടെ 80ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ 80 വർഷത്തെ ചരിത്രത്തിലാദ്യമായിട്ട് വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കപ്പെടുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കപ്പെടുന്ന വാർത്ത ഉണ്ടായിരുന്നു. അത് നമ്മുടെ ലൈം ലൈറ്റിൽ നിൽപ്പുണ്ട്. ഇനിയുള്ള പരീക്ഷകൾ കേരള PSC കത്തിക്കാൻ പോകുന്ന ഏരിയ ആണ് വന്ദേ മാതരം. നമ്മൾ വരും വന്ദേ മാതരവുമായിട്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി കിട്ടി. നമ്മുടെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് ഷെയർ ചെയ്യുക എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഗ്മെന്റിനോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.